പറഞ്ഞില്ല. ആളുകളോട് ഞാൻ പറയുന്നതൊന്നും അവർ അനുസരിക്ക് ലൈഫ് ഇബ്രാഹിമിന്റെ കഥ അറിയില്ലയോ നബിയെ? സമയക്കുറവുള്ളതുകൊണ്ട് ആയത്തുകളെല്ലാം വിടാൻ മുതഅല്ലിമീങ്ങളാണല്ലോ, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമും സമകാലികരായിരുന്ന കാലത്ത് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കാൻ വന്ന മലക്കുകളെ കണ്ടപ്പോ, അതായത് പ്രബോധിത സമൂഹം നശിപ്പിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോ ഭയപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഇവിടെ ചുരുക്കി പറഞ്ഞാൽ അമ്പിയാക്കന്മാരെ മുഴുവൻ ചരിത്രം പരിശോധിച്ചാലും പ്രബോധിത സമൂഹത്തിന് എന്തെങ്കിലും വിഷമം സംഭവിക്കുന്നതിനെ പ്രബോധകന്മാർ വളരെ ഭയപ്പെട്ടിരുന്നു. എത്രത്തോളം? അത് നമ്മൾ ഇന്ന് വായിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളാണ്. വായിച്ചെടുക്കേണ്ട, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട വലിയൊരു കാര്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ആകാശത്ത് മേഘാവൃതമായി ആകാശം ഇരുണ്ടു മൂടിയാൽ തന്റെ പ്രബോധിത സമൂഹത്തിന് അദാബിറങ്ങുകയാണോ എന്ന് പേടിച്ച് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിനെ വർദ്ധിപ്പിക്കുമായിരുന്നു. ഇരുണ്ട കാറ്റും മഴയും അദാബിന്റെ ലക്ഷണമാണെന്ന് അവിടത്തേക്കറിയാം. ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാത്ത തന്റെ പ്രബോധിത സമൂഹം ശിക്ഷയ്ക്ക് വിധേയമാകുമോ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയപ്പെട്ടത് പരിശുദ്ധ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ പറ്റും. നീണ്ട സുജൂദുകൾ, ആകാശത്ത് സൂര്യഗ്രഹണം സംഭവിച്ചാൽ ഇത് അദാബാകുമെന്ന് ഭയപ്പെട്ടിട്ട് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചന്ദ്രഗ്രഹണത്തിലെ പ്രാർത്ഥനകളിൽ മറ്റുള്ള ഒരുപാട് അവിടുത്തെ ദുആകൾ പരിശോധിച്ചാൽ അതിലൊക്കെ തന്റെ പ്രബോധിത സമൂഹത്തിന് അപകടം സംഭവിക്കുന്നതിനെ മഹാനായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയപ്പെട്ടത് ചരിത്രത്തിൽ കാണാൻ പറ്റും. കേട്ടോ, ഇവിടെ പ്രബോധിതനെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ദാഇയുടെ, പ്രബോധകന്റെ ഒന്നാമത്തെ ധർമ്മം. പ്രബോധിത സമൂഹം പ്രകോപിതരാകുന്നതിനനുസരിച്ച്, അവർ ദേഷ്യം പിടിക്കുന്നതിനനുസരിച്ച് പ്രബോധകനും ദേഷ്യം പിടിക്കുക എന്ന് പറയുന്നത് ശരിയായ പ്രബോധകന്റെ ശൈലിയല്ല, ശരിയായ ദാഇയുടെ ശൈലിയല്ല, ശരിയായ ദഅവയല്ല. ഞാൻ ഓർത്തുപോകാൻ ഒരവസരത്തില് നമ്മളെ ശൈഖ് തങ്ങൾ ജീവിച്ചിരുന്ന കാലം, അള്ളാഹു അവിടുത്തെ ഫൈലും റഹ്മത്തും നമുക്ക് നൽകുമാറാവട്ടെ, അവിടുത്തെ വളരെ വിമർശിച്ചിരുന്ന ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു. കാര്യമില്ലാതെ വിമർശനം ഉന്നയിക്കുന്നവർ, ഏകാന്തമായ ആരാധനകളിൽ ലയിച്ചു ചേർന്ന മഹാന്മാരായ മശായിഖന്മാരെ വിമർശനത്തിന്റെ മുന്നിൽ നിർത്തിയവർ, ചരിത്രം നൽകിയ ശിക്ഷയെന്നോണം അവരുടെ അണ്ണാക്കിൽ കുടുങ്ങിയത് പിന്നീട് 5-6 മീറ്റർ നീളമുള്ള മുടിയായിപ്പോയി. അത് ചരിത്രം കാത്തുവെച്ച ശിക്ഷയാണ്. ഇന്ന് അങ്ങോട്ടും ഇറങ്ങണില്ല ഇങ്ങോട്ടും ഇറങ്ങണില്ല, സ്റ്റാറ്റസ് കോ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗം ഇപ്പൊ സ്റ്റാറ്റസ് കോ. ഒന്നുകിൽ അങ്ങോട്ട് ഇറങ്ങണം, അല്ല ഇങ്ങോട്ട് ഇറങ്ങണം. അത് നിൽക്കണോട്ട് നമ്മൾ നിർത്തിയോട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യണില്ല. ഈ മുടി പോയി കുടുങ്ങിയോട്ടുന്ന് മൂപ്പർ ഓക്കാൻ ചോക്കുന്നുണ്ട്, തുപ്പാനും കഴിയില്ല, വെള്ളം കുടിച്ചു നോക്കുന്നുണ്ട്, ഇറങ്ങണമില്ല. ഒന്നുകിൽ ഓക്കാനിക്കട്ടെ, അല്ലെങ്കിൽ ഇറങ്ങട്ടെ, ബാക്കി അപ്പൊ പറയാം. ഏതായാലും ഇറങ്ങുകയും ഓക്കാനിച്ചിട്ട് പുറത്തേക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞെടുത്താണ് കാര്യങ്ങൾ. ഇനി പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിന്റെ രീതിയിൽ നീക്കങ്ങൾ ഉണ്ടാകും. അള്ളാഹു ശരിയിൽ വിശ്വസിക്കേ. ആ ഘട്ടത്തിൽ ശൈഖുനാന്റെ ഒരു മുരീദ് ഈ മനുഷ്യനെതിരെ പ്രാർത്ഥിച്ചു. ഒരു പൊതുവേദിയിൽ വെച്ച് ഞാനുണ്ടായിരുന്നു അവിടെ. ഞാൻ വളരെ ആത്മാർത്ഥമായ ആമീൻ പറഞ്ഞു. എന്റെ ചെറുപ്പം ഓർക്കണിയാണ്. ഞാനങ്ങനെ കയറി വന്നപ്പോ ശൈഖുന വളരെ ഗൗരവത്തിൽ എന്നെ വിളിച്ചു, ഇസ്മായിൽ ഇവിടെ വാ. ഞാൻ ചെന്നു. ഇന്നലെ രാത്രി എന്തായിരുന്നു പരിപാടി? കാര്യമായൊന്നുമില്ല. വല്ല ദുആഉം നടന്നിരുന്നോ? ഞാനിങ്ങനെ ഭയപ്പെട്ടു നിന്നു. അന്ന് ശൈഖുന പറഞ്ഞു, ലാ യംബഗി ലിസിദ്ദീഖിൻ അൻ യകൂന ലആന. നീ ഹദീസൊന്നും ഓതിയിട്ടില്ലടോ. ലാ യംബഗി ലിസിദ്ദീഖിൻ അൻ യകൂന ലആന. ഒരു യഥാർത്ഥ പൂർണ്ണനായ വിശ്വാസിക്ക് മറ്റുള്ളവരെ ശപിക്കാനാവില്ല. ഒരു സൂഫി സൂക്ഷിച്ച ആത്മീയ വിശുദ്ധി അതാണ്. തന്റെ പ്രബോധിത സമൂഹം
അവരെ നിലപാടുകളെ വിമർശിക്കും, അവരെ ശൈലിയെ വിമർശിക്കും, അവരെ പെരുമാറ്റത്തെ വിമർശിക്കും. ശരിയല്ലാത്ത ആളുകൾ ചിന്താഗതിയുള്ളവരെ ശരിയിലേക്ക് നയിക്കാൻ നോക്കും. പക്ഷേ അവരെ നശിപ്പിക്കണേ, ഇവരെ നശിപ്പിക്കണേ, അവരെ ശരീരം നശിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ പോലും ഒരനുകരണീയനായ പ്രബോധകനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ലാ യംബഗി ലിസിദ്ദീഖിൻ അൻ യകൂന ലആൻ. സയ്യിദുനാ ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അവിടുത്തെ റഹീഖുൽ കൗസർ എന്ന പ്രസിദ്ധമായ കിതാബിൽ മുരീദിനുണ്ടാകിയിരിക്കുന്ന ഷർത്തുകളിൽ പ്രധാനമായ അദ്ദേഹം പറഞ്ഞു, അല്ലാ യന്തദിറ ദാഇറത അലാ അഹദിൻ അല്ലാ യൽഅന അഹദൻ. ഒരു മനുഷ്യനെയും അവൻ ശപിക്കാൻ പാടില്ല, ഒരാളുടെ മേലിലും അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കാത്തിരിക്കാൻ പാടില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായി ഒരു പ്രബോധകനുണ്ടാകിയിരിക്കേണ്ട നിബന്ധനയാണ്. ആകത്തുക 500 കാര്യങ്ങളെ പങ്കുവെക്കണേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു നിർത്തണം. അപ്പോ ഇങ്ങനെ പ്രബോധകൻ തന്റെ പ്രബോധിത സമൂഹത്തെ ശരിയിലേക്ക് നയിക്കാനുള്ള നീക്കങ്ങളും കഴിവും ആത്മീയമായ പരിപക്വതയും ശക്തിയുമുണ്ടാകണം. അത് ഏത് തലത്തിലും ആവശ്യമാണ്. ദഅവയുടെ ഒരുപാട് തബക്കകളുണ്ട്. അതിലൊന്ന് സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സമകാലിക ജീവിതം നുബൂവത്ത് ആരംഭിച്ച കാലഘട്ടത്തിലുള്ള പ്രബോധനമാണ്. അതൊരു നല്ല അനുകരണീയ ശൈലി കാണാം അവിടെ. നമുക്ക് ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? ശ്രദ്ധിക്കണില്ലേ? വ്യക്തികളോട് വ്യക്തിപരമായി സമീപിച്ച് ചെറിയ ആൾക്കൂട്ടങ്ങളെ കണ്ട് അവരെ വ്യക്തിപരമായി തൗഹീദിലേക്ക് ക്ഷണിച്ച് ആരംഭിച്ച ആദ്യഘട്ടം. ഈ ഘട്ടത്തിൽ തന്നെ ദാഇകളുടെ ഒരു പരിശീലനവും നടക്കുന്നുണ്ട്. ആദ്യകാല സഹാബികളാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷമുള്ള കൂടെയുള്ള ആദ്യകാല പ്രബോധകർ. അതിൽ നമുക്ക് കാണാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവ കാരണമായി ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ കാലത്ത് അതേ നാട്ടിൽ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന ഫലമായി വലിയൊരു കൂട്ടം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും അങ്ങനെ ഒരുപാട് സഹാബികളുടെ പ്രബോധന ഫലമായി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മദീനയിലേക്ക് പോലും ആദ്യമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല പ്രബോധകനായി വന്നത്. ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവാണ്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി മദീനയിലേക്ക് വന്ന പ്രബോധകൻ. ഈ ഒന്നാം തബക്കയിൽപ്പെട്ട അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറഞ്ഞ ആദ്യകാലക്കാരായ സഹാബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ ഒന്നാം ഘട്ട സഹാബികൾ. കേട്ടോ, ഈ സഹാബികളുടെ അതേ കാലത്ത് തന്നെയാണ് താബിഈങ്ങളായ തബഖത്തുൽ ഊല എന്ന് പറയുന്ന താബിഈങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാം കാലക്കാരായ പ്രബോധകന്മാരുടെ തുടക്കം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സന്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ താബിഈങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ദീനിന്റെ പ്രചാരണം ഏറ്റെടുത്ത സഹാബികളുടെ നേരെ ശിഷ്യന്മാരാണ്. രണ്ടാം ഘട്ടക്കാരായ സഹാബികൾ, മൂന്നാം ഘട്ടക്കാരായ സഹാബികൾ, ഇങ്ങനെ പ്രബോധന രംഗത്ത് വന്ന സഹാബികൾ ഒന്നും രണ്ടും മൂന്നും ഘട്ടം പരിശോധിക്കുമ്പോൾ വലിയൊരു സംഖ്യ സഹാബത്ത് റളിയല്ലാഹു അൻഹും പരിശുദ്ധ ദീനിന്റെ പ്രചാരണവുമായി മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്.
അത് സഹാബത്തും താബിഈങ്ങളും ഒരേ കാലം പ്രബോധനം നടത്തിയ കഥയാണ് ഞാൻ പറയുന്നത്. സഹാബികളുടെ കൂട്ടത്തിലെ അവസാന കാലഘട്ടത്തിൽ വഫാത്തായവർ ബഹുമാനപ്പെട്ട വാസിലത്തു സഖഫി റളിയല്ലാഹു അൻഹു ഹിജ്റ 115 വഫാത്താകുന്നത്. ഈ സഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ അഇമ്മത്തുൽ അർബഅത്തിന്റെ പ്രബോധനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന അനസ് ബിൻ മാലിക് അൻസാരി റളിയല്ലാഹു അൻഹു വഫാത്തായി വളരെ വൈകുന്നതിന്റെ മുമ്പ് തന്നെ മാലിക്കി മദ്ഹബിന്റെ ഇമാമായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പ്രബോധനം ആരംഭിച്ചിട്ടുണ്ട്. കേട്ടോ, ഇവിടെ എത്തുമ്പം പ്രബോധനത്തിന്റെ ശൈലി മാറുന്നുണ്ട്. എങ്ങനെ? ദഅവ എന്ന് പറയുമ്പോൾ തബ്ലീഗിനെ പോലല്ല കേട്ടോ. ഐറ്റിങ്ങൾ പാവം അല്ലേ, എല്ലാ വിഷയത്തിലും ആകാശത്തിന്റെ ചോട്ടിലുള്ള എല്ലാ കാര്യവും കൈകാര്യം ചെയ്യും. അതല്ല പരിപാടി. നിങ്ങളിപ്പോ നമ്മളെ ഫതുഹുൽ മീനൊക്കെ ഓതുമ്പോ അതിൽ കാണലില്ലേ, തുഹഫയിലും മുഗ്നിയിലും നിഹായിലും ഒക്കെ കാണാം മാ ഉലിമ മിനദ്ദീനി ബിൽ ദറൂറത്തി. എന്താണ് ആ ഇബാറത്തിന്റെ താല്പര്യം? ദീനിൽപ്പെട്ടതാണെന്ന് ലറൂറത്ത് കൊണ്ടറിയപ്പെട്ടത്. ഒരു മുസ്ലിമായ മനുഷ്യൻ അത് ദീനിൽപ്പെട്ടതാണെന്ന കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. മാ ഉലിമ മിനദ്ദീനി ബിൽ ദറൂറത്തി. ആ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ ആമായ ദഅവയിൽ വരിക. തിരിഞ്ഞില്ല. ദീനിൽപ്പെട്ടതാണെന്ന് ഏത് മനുഷ്യനും മനസ്സിലാക്കുന്ന കാര്യമാണ് പൊതുവായ പ്രബോധനത്തിൽ വരിക. ഉദാഹരണം, അസ്സലാത്തു മിനദ്ദീനി. നിസ്കാരം ദീനിൽപ്പെട്ടതാണ്. ഇതെന്താ സാധനം? മാ ഉലിമ ബിൽ ദറൂറത്തി. അല്ലെ, ആർക്കും സംശയമില്ലല്ലോ. അപ്പൊ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുത്തനെ കണ്ടാല് നിസ്കരിക്കൽ വാജിബാണെന്നും അത് 5 വഖത്തുണ്ടെന്നും പഠിപ്പിക്കാൻ ഈ പ്രബോധകന് യാതൊരു അഡീഷണൽ യോഗ്യതയും ആവശ്യമില്ല. തിരിഞ്ഞോ? അയാൾ ആലിമാകണമെന്നില്ല, ആരിഫാകണമെന്നില്ല, ഒരുപാട് ഖുർആൻ ഓതിയ ആളാകണമെന്നില്ല, അക്ഷരജ്ഞാനം ഉണ്ടാവണമെന്നുമില്ല. കാരണം മാ ഉലിമ മിനദ്ദീനി ബിൽ ദറൂറത്തി. നോമ്പ് വാജിബാണെന്നും സിന ഹറാമാണെന്നും മോഷണം ഹറാമാണെന്നും മദ്യപാനം ഹറാമാണെന്നും അറിയുന്ന കാര്യമാണ് അത് ദീനിൽ മാ ഉലിമ മിനദ്ദീനി ബിൽ ദറൂറത്തി അറിയപ്പെട്ട കാര്യമാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പ്രത്യേകമായ ഒരു കഴിവ് ഒരു മനുഷ്യൻ ആർജിക്കണമെന്നില്ല. പിന്നീട് സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രബോധകന്മാർ പിന്നീട് പല തബക്കകളായി പല ശൈലിക്കാരായി വേർതിരിയുന്നത് കാണാം. ഉദാഹരണം, ഖിറാഅത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണെങ്കിൽ അഖ്റഅക്കും ഉബയ്യ് ബിൻ കഅബ് ഖാല റസൂലുള്ളാഹി. നിങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല ഖാരിഅ ബഹുമാനപ്പെട്ട സയ്യിദുന ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹമാണ് കൈകാര്യം ചെയ്തത്. ആരെങ്കിലും ഖിറാഅത്തിലൊക്കെ സംശയം വരികയാണെങ്കിൽ ചോദിക്കുക, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണ്. മാത്രമല്ല, ആരെങ്കിലും തെറ്റിച്ചോതുന്നത് കണ്ടാൽ വളരെ ശക്തമായി ബഹുമാനപ്പെട്ട ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഇടപെട്ടിട്ടുണ്ട്. ബാബു ഇഖ്തിലാഫുൽ ഖിറാഅ എന്ന ഹെഡിങ്ങിൽ സയ്യിദുന ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഖിറാഅത്തുമായി ബന്ധപ്പെട്ട് തെറ്റിച്ചോദിയവരെ തിരുത്താൻ ശ്രമിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോയതുമായ ചരിത്രം പറയുന്നുണ്ട്. ഇനി ഫറായിദുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വളരെയധികം അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കഴിവുള്ള സഹാബികളുണ്ട്. ഇങ്ങനെ പ്രത്യേക കഴിവ്, അവർക്ക് നൈസർഗികമായുള്ള കഴിവ്, അത്തരം ആളുകൾ പ്രത്യേകമായ പ്രബോധനം നടത്തിയിട്ടുണ്ട്. ഉദാഹരണം, തഫാസീറുൽ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വളരെ പ്രാധാന്യമാണുള്ളത്. ഖാല ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വർത്താനില്ല. നിങ്ങളുടെ പിന്നെ ഹദീസ് പണ്ഡിതന്മാർ, അത് കഴിഞ്ഞിട്ട് ഫുഖഹാക്കൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, ഉസൂലി പണ്ഡിതന്മാർ, മുവല്ലിഹുകൾ, അതായത് ചരിത്രകാരന്മാർ, ഇവരൊക്കെ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ പ്രബോധനം നിർവഹിച്ചതായി കാണാൻ പറ്റും. കേട്ടോ, ഉലമാക്കൾ എന്ന നിലയിൽ, മുതഅല്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മൾ അർത്ഥമാക്കുന്ന പ്രബോധന ശൈലി അതാണ്. പൊന്നാനി വിളക്കെത്തിച്ചാണല്ലോ ഈ പരിപാടി നമ്മൾ തുടങ്ങി, അല്ലെ? വിളക്കെത്തിയിരുന്നാണല്ലോ തുടങ്ങി.
പൊന്നാനി കത്തിച്ചു വെച്ച വിളക്ക് കേരളം മുഴുവൻ കത്തി. ഒരു വിളക്കാര് കത്തിച്ചു, ഷെയ്ഖ് സയ്യിദ് മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹു കത്തിച്ചു. അപ്പോഴോ ആ വിളക്കാണ് പിന്നീട് കേരളം മുഴുവൻ കത്തിയത്. ആ ഒരു ട്രഡീഷണൽ പണ്ഡിതന്മാരുടെ ശൈലിയിൽ പ്രബോധനത്തിൽ അവർ നിർവഹിച്ച പങ്ക് വളരെ കൂടുതലാണ്. തസവൂഫിൽ കഴിവുള്ള ആളുകൾ തസവൂഫിന്റെ രചന നടത്തി, ഫിഖ്ഹിൽ കഴിവുള്ളവർ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ നടത്തി, ഭാഷാ പണ്ഡിതന്മാർ ഭാഷാപരമായ ഗ്രന്ഥങ്ങളിൽ രചനകൾ നടത്തി മുതഅല്ലിമീങ്ങളെ പ്രബോധനത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോ പൊതുവായ ദഅവ നോക്കൂ, ദഅവ രണ്ട് രീതിയിൽ എന്താകുന്നത്, തരംതിരിയുന്നുണ്ട്. ഒന്നേതാണ് പൊതുവായ ദഅവ, മറ്റൊന്നോ ഖാസായ ദഅവ. ഇപ്പൊ പ്രധാനപ്പെട്ടൊരു ഫിഖ്ഹിന്റെ മസ്അല വന്നാല്, ഉദാഹരണം ഒരു പെണ്ണിനെ തലാഖല്ലി, അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഒരിക്കൽ ചങ്ങായി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ പെണ്ണുങ്ങളെ തലാഖല്ലിയിട്ട് 5 മാസമായി, എനിക്ക് അയാൾ ആ പെണ്ണിനെ തിരിച്ചിട്ടാൻ വല്ല വകുപ്പുണ്ടോ? ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പറഞ്ഞ്, ഞാൻ എങ്ങനെ പറഞ്ഞ്, അത് കേട്ടാളുണ്ടോ? ഉണ്ട്. അന്വേഷിച്ച് നോക്കുമ്പോ അയാൾ ഉപയോഗിച്ചത് തലാഖിന്റെ സീഗയേ അല്ല. ഫതുഹുൽ മുഗ്നിയിലൊക്കെ തുഹഫയിലൊക്കെ അത് നിക്കാഹിന്റെ തൊലാഖിന്റെ സീഗയല്ലെന്ന് എടുത്തു പറഞ്ഞൊരു പദമാണ് ആ പാവ മനുഷ്യൻ ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ അയാളെ നാട്ടിൽ മൊയ്ലിയെ വിളിച്ചു ചോദിച്ചു, അയാളെ വരുത്തി, അയാളോട് ചോദിച്ചു, ഇയാൾ എങ്ങനെ പറഞ്ഞ്, ഇയാൾ ഇങ്ങനെ പറഞ്ഞ്, അത് ഉറപ്പാണല്ലോ? ആണ്. ഇതെങ്ങനെ തൊലാഖിന്റെ സീഗയാകും? പക്ഷെ അപ്പോഴേക്ക് ഇയാളെ തൊലാഖ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, തലാഖ് സംഭവിച്ചിട്ടില്ല. എന്തോ ഒരു തൗഫീക്ക് വയസ്സെത്തിയായതുകൊണ്ട് വേറെ ആരും കെട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിക്കാഹിലുള്ള പെണ്ണിനെ കെട്ടിക്കണം. അപ്പൊ അറിയാത്തൊരു വിഷയത്തിൽ ദഅവ അസാധ്യമാണ്. കണ്ടതിലൊക്കെ പറയലല്ല. ഇപ്പൊ അങ്ങനെ ഒരു കാര്യം വന്ന നിസ്കാരത്തിന് ഇപ്പൊ ഇങ്ങനെ ചില ആൾക്കാർക്ക് ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, കാൽമേക്കൊണ്ട് വെള്ളം ഒഴിക്കണാണോ ഒതുണ്ടാക്കുമ്പോ കാലിലേക്ക് വെള്ളം ഒഴിക്കുക, അത് കഴുകണമില്ല, അവിടെ വെള്ളം ആയോന്നും അറിയില്ല. എന്തായാലും അതിന്റെ ഖിലാഫിന് ഫതുഹുൽ മുഈനിൽ വളരെ ശക്തമായി, വളരെ മുഅക്കദായ സുന്നത്തായി തേച്ചൊരുച്ച് കഴുകലിനെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅബരി പറയാനുള്ള കാരണം എന്താണ്? അതിന്റെ എതിരായി അങ്ങനെ വെള്ളമൊഴിച്ചാൽ മാത്രം വളു സ്വഹീഹാകില്ല എന്ന അഭിപ്രായം ശക്തമായതുകൊണ്ടാണ് മഹാനവറുകൾ അത് മുഅക്കദായ സുന്നത്താണ് എന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്കൊരു പ്രബോധനമുണ്ട്, കാല് തേച്ചൊരച്ച് കഴുകണം, വെള്ളം ഒഴിക്കുന്നിടത്ത് അതിന് സമസ്തയ്ക്ക് ഫത്വ ഒഴിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയണ കാര്യമാണ്. അതേപോലെ ചില പള്ളിയിലുണ്ട് ഈ കസാല നിസ്കാരം, നിങ്ങൾ കണ്ടിട്ടില്ലേ? നിൽക്കാൻ കഴിവുള്ളവ നിൽക്കണ്ടേ? ഇനി ഒന്നിനും പറ്റില്ല, ചാരി നിൽക്കാൻ കഴിഞ്ഞാലും ഒരു വസ്തുവിനെ എഴുത്തിമാത് ചെയ്ത് ഇങ്ങനെ നിൽക്കലാണെങ്കിലും അങ്ങനെ നിൽക്കണം എന്നല്ലേ മസല. ഈ നടന്നു വരുന്ന ആൾക്കാരെ എങ്ങനെ ഇരുന്ന് നിസ്കരിക്കാം? അതാ മനസ്സിലാവാത്തത്. തിരിഞ്ഞോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാണ്ടോ? എവിടെ നിൽക്കാൻ കഴിയാത്തോ നടക്കുമോ? ഇത് പൊന്മള നടക്കണാതിരിയാ. നിൽക്കാൻ കഴിയാത്തോ നടക്കുമോ? ഓനിങ്ങനെ മെല്ലെ നടന്ന് കൈയും വീശി ഉഷാറായി വന്നിട്ട് കസാലായിട്ട് നിസ്കരിക്കണാണ്. ഈ മസല എന്താ? അപ്പൊ അയാളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ നിൽക്കാൻ പാടില്ല. പള്ളിയിൽ ഈ കസാലയിട്ട് വരുന്ന ആൾക്കാർ, എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ കസാലയിൽ ഇരിക്കേണ്ട മനസ്സിലാവും അല്ലേ? നടന്നു വരുന്ന ആൾക്കാർ ഇരുന്ന് നിസ്കരിച്ച ഓരോ നിസ്കാരം സ്വഹിയാവോ? ഓൻ പറഞ്ഞ മുട്ടുംകാലിന് വേദനയാണ്. ശരി, അപ്പം എക്സ്ക്യൂസ് അനുവദിക്കപ്പെട്ടത്, റുഖ്സ് അനുവദിക്കപ്പെട്ടത് റുക്കുവയിലാണ്. ചിലപ്പോ ഓൻ പറയും അത്തഹിയാത്തിന് ഇരിക്കാൻ പാടില്ല. അപ്പൊ അത്തഹിയാത്തിന് ഇരുത്ത് ഒഴിവാക്കേണ്ടതുള്ളൂ. ആ രൂപം ഫുഖഹാക്കൾ അവരുടെ ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞത്, പ്രബോധകരെന്ന നിലയിൽ, മുതഅല്ലിമീങ്ങൾ എന്ന നിലയിൽ നിങ്ങൾ ഓതിപ്പടിക്കുന്ന പള്ളിയുടെ ദർസിലും ചെലവുടിയിലും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് കണ്ടന്റുകൾ കിട്ടും. അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതാണ് ദഅവ. അങ്ങനെ നിങ്ങളിൽ ആത്മാർത്ഥമായ പ്രബോധകന്റെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ വലിയ ദാഇയാക്കുന്നത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അള്ളാഹു ദഅവക്കുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. ചരിത്രപരമായ കാര്യമാണെങ്കിൽ അങ്ങനെ, ഹദീസുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങനെ, തഫാസീറുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങനെ. ഇന്നാള് ഒരു കാര്യമായ ഖുർആൻ പ്രഭാഷണം നടക്കുക, കാര്യമായ ഖുർആൻ പ്രഭാഷണം. കുറെ ആലിമീങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു വലിയ ഖുർആൻ പ്രഭാഷകനാണ് പ്രസംഗം നടത്തുന്നത്. കുട്ടികളെ, ഇതൊരു പുതിയ ശൈലിയാണ്, അതിൽ അപകടമുണ്ട്. ഏത്? ഖുർആൻ പ്രഭാഷണത്തില് ശംസുൽ ഉലമ ഖുർആൻ പ്രഭാഷണം നടത്തിക്കണോ? ഇല്ല. നിങ്ങൾ കേട്ടണോ? ഇല്ലല്ലോ. ഖുർആൻ പ്രഭാഷണം നടത്തൽ ഫിഖ്ഹിലാണ്, കർമ്മശാസ്ത്രത്തിലാണ് പ്രസംഗിക്കേണ്ടത്. ആളുകൾക്കൊരു ആയത്തിന്റെ അർത്ഥം പഠിപ്പിച്ചിട്ടോ പഠിച്ചിട്ടൊന്നും വരാനില്ല, പഠിച്ചിട്ടില്ലെങ്കിലും വരാനില്ല. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം ഫിഖ്ഹും അഖീദയുമാണ്
കാര്യമായ ആളുകളെ പഠിപ്പിക്കേണ്ടത്. പിന്നെ പഠിപ്പിക്കേണ്ടത് ഖിറാഅത്താണ്. പിന്നെ ഒഴിവുണ്ടെങ്കിലാണ് നിങ്ങൾ അർത്ഥം പഠിപ്പിക്കേണ്ടത്. ആദ്യം തന്നെ കുറെ സൂറകൾ അർത്ഥം പഠിക്കലല്ല. അത്ഭുതം തോന്നിപ്പോകുന്നുണ്ട്. കേട്ടോ, ദാവക്കയുടെ പ്രാധാന്യമുണ്ട്. ചിലപ്പോ ചില പള്ളിയിൽ കയറി ഖുതുബ, ഒരു പള്ളിയിൽ പോയി ഞാൻ കേരളത്തിലെ വലിയൊരു അറബി കോളേജിൽ ഒരു ദിവസം യാത്രക്കടയിൽ ജുമാസ്കരിക്കാൻ കയറി. വലിയ അറബി കോളേജാണ്, പഴയ കാലത്തുള്ളൊരു അറബി കോളേജ്. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇനിയിപ്പോ യാത്ര ചെയ്യേണ്ട, ജുമാ കഴിഞ്ഞിട്ട് പോവാന്ന് കരുതി കാറ് നിർത്തി ജുമാക്ക് പോയി. ഖുതുബ ഓതി കഴിഞ്ഞ് ഖതീബ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയാണ്, നമുക്കിന്ന് മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞിട്ടേ പോകാവൂ, രാത്രി സലാത്തുണ്ട്, അതിൽ പങ്കെടുക്കണം, നാളെ നമ്മളെ സമ്മേളനത്തിന്റെ സ്വാഗതസംഘം ഉണ്ട്, അതിനെല്ലാവരും വരണം. ഞാനിങ്ങനെ തരിച്ചിരുന്നു പോയി. കാരണം വസ്തഖീമു എന്ന് പറയുന്നതിനെ പറ്റി തന്നെ ഫുഖഹാക്കൾക്കിടയിൽ കാര്യമായ ചർച്ച. ഖുതുബ കഴിഞ്ഞിട്ട് ഖതീബ് വസ്തഖീമു എന്ന് പറയുന്നത് ഖുതുബയുടെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള ലഘുവായ കലാമാണെന്നും അങ്ങനെ കലാമുണ്ടായാൽ നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കുമെന്നും വളരെ കാര്യമായൊരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷാഫിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട. ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ പിന്നെ ഖഫീഫായ 2 റക്അത്തിന്റെ സമയമാണെന്ന് പറഞ്ഞതോ അത് ഇൻകാനൽ ഖതീബു സാമിതൻ, അയാൾ മിണ്ടാതിരിക്കുകയാണെങ്കിലാണ്, അയാൾ വർത്താനം പറഞ്ഞാൽ ഖലൽ സംഭവിക്കുന്ന. മനസ്സിലായില്ലേ? ഖുതുബ ഓതി കഴിഞ്ഞിട്ട് ഖതീബ് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണ് കാര്യമായ പണ്ഡിതന്മാർ പറഞ്ഞത്. എന്തായാലും ഗൈറായ കലാമ് കൊണ്ടുള്ള ഫസ്ല് ഖുതുബന്റെ സിഹത്തിനെയും നിസ്കാരത്തിന്റെ സിഹത്തിനെയും ശക്തമായി ബാധിക്കും. നമ്മളെ നാട്ടിലുള്ള എല്ലാ അനൗൺസ്മെന്റും നടത്തേണ്ട സമയം ഇഖാമത്ത് കൊടുത്തു നിന്നതിന് ശേഷമല്ല, ഖതീബ് ഇറങ്ങിയതിനു ശേഷമല്ല. എത്രത്തോളം ഇൽമില്ലായ്മ വർദ്ധിക്കുന്നുണ്ടെന്നും പ്രബോധകന്മാരെന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ട തൊലബാബിങ്ങിന്റെ വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം കാര്യമായ ജോലിയുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കണം. പ്രബോധനത്തിന് വളരെ ശക്തമായ എത്ര മനുഷ്യന്മാരെ ജുമാണ്ടാണ് അയാൾ കളിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഖതീബ് സാമിത്താണെങ്കിൽ, നിശബ്ദനാണെങ്കിൽ 2 റക്അത്തിന്റെ സമയത്തെ കുറിച്ച് ചർച്ചല്ല. പക്ഷെ ഖതീബിന് ആ സമയത്ത് മറ്റുള്ള കലാമ് കൊണ്ട് ശുഗലാകാൻ പറ്റുമോ പറ്റില്ലയോ എന്ന വിഷയത്തിൽ ഫുഖഹാക്ക് തർക്കമുണ്ട്. പിന്നെ ഈ വസ്തഖീമൂന്ന് ഹദീസിലില്ലേ നയിക്കൂലേ, അതിന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരണം കൊടുത്തത് ലിഹദീസി അഹദിഹിം ബിൽ ഇസ്ലാമി, അന്ന് പള്ളിയിൽ വന്നിരുന്ന ആളുകൾ പുതുമുസ്ലിമീങ്ങളാണ്, അവർ ഇസ്ലാമിലേക്ക് ആദ്യമായി വന്ന ആളുകളാണ്, അവർക്ക് എങ്ങനെയാണ് ജുമാക്ക് നിൽക്കേണ്ടതെന്ന് അറിയാത്തതിനാലാവാം വസ്തഖീമു എന്ന് പറഞ്ഞത്. സംസുലുള്ള നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ആരും കേട്ടണോ വസ്തഖീമു? പഴയ കാലത്ത് നമ്മൾ ഉസ്താമ നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ആരും കേട്ടുകണോ? ജൈലുലമ നമസ്കരിക്കുമ്പോ ഇപ്പോ തിരിഞ്ഞു നിൽക്കാണ്ട് വസ്തഖീമു എന്ന് പറയണ കേട്ടണോ? ഇല്ല. അങ്ങനെ കാരണം എന്താ? ഫുഖഹ ആണെങ്കിൽ പ്രവർത്തനത്തിന് ഫിഖ്ഹിന്റെ പിൻബലം ഉണ്ടാവും. ഇത് സൗദിക്കാരനെ കണ്ടുപഠിച്ചാണ്. ചില ആളുകൾ കാണാം അസ്ന ആയ ആയത്തുകൾ ഓതും, വലിയ സൂറ ആലു ഇമ്രാന്റെ ആയത്തോതും, ഒരു ഫാഷനാണ്, നീട്ടി നല്ല ചുരുക്കലോതും, അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ബഖറയിൽ നിന്ന് ഓതും. എന്താ ഇതിന്റെ മസല? ചുരുങ്ങിയ പക്ഷം കറാഹത്താണ്. അത് മഗ്രിബിലേക്കാണ് പിന്നെ പറയും വേണ്ട. അപ്പൊ ഇവിടൊക്കെ വളരെ ശക്തമായ രീതിയിൽ ഇടപെടാനുള്ള ആയിരക്കണക്കിന് ഗ്യാപ്പുകൾ SKSSFന്റെ പ്രിയപ്പെട്ട ദാഇകൾക്കുണ്ട്. നിങ്ങൾക്ക് നേരിട്ടറിയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുകയും നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ വലിയ ഫുഖഹാക്കളോട് ചോദിക്കുകയും വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, പണ്ഡിതന്മാരെ കണ്ടാൽ അവരിൽ നിന്നൊരു ഇൽമ് പഠിക്കാനുള്ള ഹിർസ് ഉണ്ടാവുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ വളരെ ശക്തമായി പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ദഅവ, നമുക്കിടയിലുള്ള ദഅവ, പൊതുസമൂഹത്തിലുള്ള ദഅവ തുടങ്ങി പലതായി വേർതിരിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ പഠിച്ച് കൃത്യമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുതഅല്ലിമീങ്ങളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ പാവപ്പെട്ട ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം. ഇതിന്റെ സംഘാടകരെ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന നമ്മുടെ കുട്ടികളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം. മറ്റൊന്ന്, നമ്മളെ സമ്മേളനം വലിയ വിജയമാകാൻ വേണ്ടിയും അതിൽ ആർക്കും അപകടം സംഭവിക്കാതെ എല്ലാ രീതിയിലും വളർച്ചയുണ്ടാകാൻ വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു നമ്മളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മുവാഫഖത ഖദരിക വഫിഖ്നാ ലിത്തിബാഇ ഹബീബിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലമ. അസ്സലാമു അലൈക്കും.